വീടിന്റെ ഇന്റീരിയർ ചെയ്യുമ്പോൾ പലർക്കും ഉള്ള ഒരു സംശയമാണ് ഈ പാനലിങ്ങും ക്യാബിനറ്റ്സ് ഒക്കെ ഏത് മെറ്റീരിയൽ വെച്ച് ചെയ്യണമെന്ന്. ഒരുപക്ഷെ എടുത്തു പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അനാവശ്യമായി പൈസ കളയുന്ന ഒരു ഏരിയയും ഈ പറയുന്ന ഇന്റീരിയർ ചെയ്യുന്ന സമയത്താണ്. ആദ്യമായിട്ട് പ്ലൈവുഡ് നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്ന് കൊമേഴ്ഷ്യൽ പ്ലൈ, അതായത് ISI 303 MR നോയിസ് റെസിസ്റ്റൻസ് എന്ന് പറയും. പിന്നെ വരുന്നത് മറൈൻ പ്ലൈ ആണ്. അതും ഈ പറയുന്ന ISI 303 BWR എന്ന് പറയും, അതായത് ബോയിലിംഗ് വാട്ടർ റെസിസ്റ്റൻസ്. നമ്മൾ ഏറ്റവും കൂടുതൽ റെസിഡൻഷ്യൽ പർപ്പസിൽ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ISI 710 BWP എന്നുള്ളതാണ്, അതായത് ബോയിലിംഗ് വാട്ടർ പ്രൂഫ് എന്ന് പറയുന്നത്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മറക്കരുത്, ഈ പ്ലൈ എന്ന് പറയുന്ന 100% ടെർമൈറ്റ് പ്രൂഫ് അല്ല എന്നുള്ളതാണ്. അടുത്തായിട്ട് MDFും HDFും, മീഡിയം ഡെൻസിറ്റി ഫൈബർ എന്നും ഹൈ ഡെൻസിറ്റി ഫൈബർ നമ്മൾ പറയും. പ്രൊജക്ട്സിൽ നമ്മൾ പലപ്പോഴും ഒരു സ്മൂത്ത് ഫിനിഷസിന് വേണ്ടിയിട്ടും PU അപ്ലൈ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടും ഷട്ടേഴ്സിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് HDF തന്നെയാണ്. അടുത്തായിട്ട് നമുക്ക് വരുന്നത് PVC ഫോം ബോർഡും WPC ബോർഡുമാണ്. ഈ PVC ബോർഡിനേക്കാൾ കൂടുതൽ ഞങ്ങൾ പ്രിഫർ ചെയ്യാറുള്ളത് ഈ പറയുന്നതിന്റെ കൂട്ട് WPC ബോർഡ് തന്നെയാണ്, വുഡ് പ്ലാസ്റ്റിക് കോമ്പോസിറ്റ് എന്നുള്ളത്. പ്ലൈവുഡിനാണ് ഏറ്റവും കൂടുതൽ സ്ക്രൂയിങ് കപ്പാസിറ്റി. ഇതിൻ്റെ അകത്ത് സ്ക്രൂയിങ് കപ്പാസിറ്റി കുറവാണ് എന്നുള്ളത് കൊണ്ട് തന്നെ 0.7 ഡെൻസിറ്റിക്ക് മുകളിലുള്ള ബോർഡ്സ് ആയിരിക്കും പലപ്പോഴും നമ്മൾ പ്രിഫർ ചെയ്യാറുള്ളത്. പക്ഷേ ഈ പറയുന്ന പ്ലൈവുഡുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടെർമൈറ്റ് പ്രൂഫുമാണ്, വാട്ടർ പ്രൂഫുമാണ് ഈ പറയുന്ന രണ്ട് ബോർഡ്സ്. അടുത്തത് പാർട്ടിക്കിൾ ബോർഡാണ്. റെസിഡൻഷ്യൽ പ്രൊജക്ട്സിൽ ഞങ്ങൾ അധികം പ്രിഫർ ചെയ്യാറില്ല. പക്ഷേ ചില കൊമേഴ്ഷ്യൽ പ്രൊജക്ട്സിൽ ക്ലയന്റിന്റെ ഒരു ആവശ്യാനുസരണം ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് ഒക്കെ വരുന്ന സമയത്ത് ശരി ഉപയോഗിക്കാറുണ്ട്.